ദൈവനാമത്തിന് മഹത്വം. തിയോടോക്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ബൈബിൾ പ്രതിപാദിക്കുന്ന ആരാധന എന്ന വിഷയത്തെക്കുറിച്ച് സംസാരിക്കാനായിട്ടാണ് താല്പര്യപ്പെടുന്നത്. എന്താണ് ആരാധന? പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്നത്, അല്ലെങ്കിൽ നാം മനസ്സിൽ കാണുന്ന ഒരു ചിത്രം എന്നുള്ളത്, ഒരു സഭാ ഹാളിൽ ഒരുപാട് പേർ ഒരുമിച്ച് കൂടുന്നു, പാട്ട് പാടുന്നു, കൈയടിക്കുന്നു. ഇപ്പോഴത്തെ സഭകളിലാണെങ്കിൽ വാദ്യോപകരണങ്ങളുണ്ട്, അത് വായിച്ച് ഗാനങ്ങൾ ആലപിക്കുന്നു. നമ്മുടെ ആരാധനയുടെ ഒരു പ്രധാനപ്പെട്ട ഭാഗം അതാണ്. പിന്നീട് മീറ്റിങ്ങുകളുടെ അല്ലെങ്കിൽ ആരാധനയുടെ മറ്റു ഭാഗത്തേക്ക് കിടക്കുന്നു. പ്രസംഗമുണ്ട്, പ്രാർത്ഥന ഉൾപ്പെടെയുള്ള മറ്റു കാര്യങ്ങളിലേക്ക് കിടക്കുന്നു. ഇനി അത് മറ്റ് സഭാവിഭാഗങ്ങളെ ആശ്രയിച്ച് നോക്കുകയാണെങ്കിൽ അവർക്കും അവരുടേതായ രീതിയിലുള്ള ആരാധന ക്രമങ്ങളുണ്ട്. അപ്പോൾ ആരാധന എന്ന് കേൾക്കുമ്പോൾ പൊടുന്നനെ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്നത് ഇത്തരത്തിലുള്ള കോർപ്പറേറ്റ് കൂട്ടായിട്ടുള്ള ഇത്തരത്തിലുള്ള ആചാരക്രമങ്ങളാണ് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്. എന്നാൽ വേദപുസ്തകത്തിൽ എന്താണ് ആരാധന, അല്ലെങ്കിൽ ദൈവം ആരാധന എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? നാം മനസ്സിലാക്കേണ്ടത്, പഴയ നിയമത്തിലാകട്ടെ പുതിയ നിയമത്തിലാകട്ടെ, ആരാധനയുടെ ഒരു പൂർണ്ണത നമ്മൾ കാണുന്നത് സാക്രിഫൈസ്, യാഗമെന്നുള്ള ഒരു വസ്തുതയിലാണ്. പഴയ നിയമത്തിൽ വളരെ കൃത്യമായ നിലവാരത്തിൽ നമ്മളത് കാണുന്നുണ്ട്. അത് ന്യായപ്രമാണം നൽകപ്പെടുന്നതിന് മുൻപും ന്യായപ്രമാണ കാലഘട്ടത്തിലുമൊക്കെ തന്നെ ആരാധനയുടെ ഒരു കേന്ദ്ര ബിന്ദു എന്ന് പറയുന്നത് യാഗമാണ്. പഴയ നിയമത്തിൽ അത് മൃഗത്തെ യാഗം കഴിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് നമ്മളിവിടെ കാണുന്നത്. സമാഗമന കൂടാരത്തിൽ അല്ലെങ്കിൽ ആലയം പണിഞ്ഞ ശേഷമുള്ള കാലഘട്ടത്തിലുമൊക്കെ തന്നെ യാഗങ്ങളാണ് ആരാധനയുടെ സെന്റർ ഓഫ് ഗ്രാവിറ്റി, അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മുഖം എന്നുള്ളത്. ഇനി അത് പുതിയ നിയമത്തിലേക്ക് വരുമ്പോഴും അങ്ങനെ തന്നെയാണോ എന്ന് നമുക്ക് പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. പുതിയ നിയമത്തിലും ആളുകൾ ഒരുമിച്ച് കൂടിയിരുന്നു, അവർ ഒരുമിച്ചിരുന്ന് കൂട്ടായ്മ ആചരിച്ചിരുന്നു, അവർ ഒരുമിച്ച് പാട്ടുകൾ പാടാനും വചനം കേൾക്കാനും ഒക്കെ തന്നെ ഒരുമിച്ച് കൂടിയിരുന്നു എന്നുള്ളത് വസ്തുതയാണ്. പക്ഷേ ആരാധന എന്താണ് എന്നുള്ളത് അപ്പോസ്തലന്മാർ പഠിപ്പിക്കുമ്പോൾ പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, പുതിയ നിയമത്തിലും യാഗം എന്നൊരു കാഴ്ചപ്പാട് തന്നെയാണ് മുൻപോട്ട് വെക്കുന്നത്. പത്രോസിന്റെ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത്, ദൈവം നമ്മെ ഒരു ആത്മീക ഗൃഹമായിട്ട്, ആത്മീയ യാഗം കഴിക്കേണ്ടതിന് ഒരു പുരോഹിത വർഗമായി നമ്മളെ രൂപപ്പെടുത്തുന്നതായിട്ട് പത്രോസ് പ്രതിപാദിക്കുന്നുണ്ട്. പൗലോസ് തൻ്റെ ഏറ്റവും പ്രസക്തമായ റോമാലേഖനം 12-ാം അധ്യായത്തിൽ നാം നമ്മുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിക്കുവാൻ, അതാണ് ബുദ്ധിയുള്ള ആരാധന എന്ന്, റീസണബിൾ വർഷിപ്പ് എന്ന് പൗലൂസ് ഉദ്ദേശിക്കുന്നത്. അപ്പം പത്രോസും പൗലൂസും അതുപോലെ തന്നെ മറ്റു ഭാഗങ്ങളിലൊക്കെ തന്നെ നമ്മൾ കാണുന്നത്, പുതിയ നിയമത്തിലും യാഗം എന്നൊരു ആശയം കടന്നു വരുന്നുണ്ട്. പഴയ നിയമത്തിൽ ഒരു മൃഗമാണ് ബലിയായതെങ്കിൽ പുതിയ നിയമത്തിൽ മറിച്ച് നാം നമ്മുടെ ശരീരങ്ങളെ അല്ലെങ്കിൽ നമ്മെ തന്നെ യാഗമായി സമർപ്പിക്കേണ്ടതായിട്ടുണ്ട്. ഇത് മനസ്സിലാക്കിയെങ്കിൽ മാത്രമല്ല, യാഗം എന്നൊരു കോൺസെപ്റ്റ് ആരാധനയുടെ അല്ലെങ്കിൽ ആരാധനയിൽ അതിൻ്റെ പ്രാധാന്യം എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ, വൈ വർഷിപ്പ്, എന്തിനാണ് നമ്മൾ ആരാധിക്കുന്നത്, വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് വർഷിപ്പ്, ആരാധനയുടെ ഉദ്ദേശം എന്താണെന്ന് നമ്മൾ പ്രധാനമായിട്ട് മനസ്സിലാക്കണം. ആരാധന ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചാൽ നാം പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് ഓടി വരിക, ദൈവത്തെ സ്തുതിക്കുക, ദൈവത്തിന് മഹത്വം കരയറ്റുക, നാം ചെയ്യുന്ന പ്രവൃത്തികളിലൂടെ, കർമ്മങ്ങളിലൂടെ, നാം കൈയടിക്കുന്നതിലൂടെ, അല്ലെങ്കിൽ നാം സ്തോത്രം പറയുന്നതിലൂടെ, നാം പാട്ട് പാടുന്നതിലൂടെ ദൈവത്തെ പുകഴ്ത്തുന്നു, ദൈവത്തിന് മഹത്വം കരയറ്റുന്നു എന്നുള്ളതാണ് നാം പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്. അത് ഒരു അർത്ഥസത്യമാണെങ്കിലും യാഗം എന്ന ആശയവുമായി ബന്ധപ്പെട്ട് ആരാധന എന്താണെന്ന് പഠിച്ചാൽ ആരാധനയുടെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്താണെന്ന് നാം മനസ്സിലാക്കും. അത് ഇത്രയാണ്. ദൈവം, നമ്മൾ പഴയ നിയമത്തിൽ വായിക്കുന്നുണ്ട്, ദൈവം മനുഷ്യനോട് കൽപ്പിക്കുന്നുണ്ട്, ഞാനല്ലാതെ അന്യ ദൈവങ്ങൾ നിങ്ങൾക്കുണ്ടാകരുത്, യാതൊരു വിഗ്രഹവും ഉണ്ടാക്കരുത്. അപ്പോൾ ദൈവത്തെ മാത്രമേ ആരാധിക്കാവൂ എന്ന് നമ്മുടെ പൂർവ്വപിതാക്കന്മാരോടല്ല, മനുഷ്യരോടൊക്കെ തന്നെ അരുളി ചെയ്യുമ്പോൾ എന്താണ് ദൈവം ഉദ്ദേശിക്കുന്നത്? എന്തുകൊണ്ടാണ് എന്നെ മാത്രം ആരാധിക്കാവൂ എന്ന് പറയുന്നത്? എന്തുകൊണ്ടാണ് വിഗ്രഹങ്ങൾ ഉണ്ടാക്കരുതെന്ന് പറയുന്നത്? അതിനൊരു പ്രധാനപ്പെട്ട കാരണമുണ്ട്. ആരാധനയിൽ വാസ്തവത്തിൽ ദൈവത്തിന് എന്തെങ്കിലും മാറ്റം സംഭവിക്കുകയല്ല വാസ്തവത്തിൽ ചെയ്യുന്നത്. നാം ആരാധിക്കുകയും സ്തുതിക്കുകയും പാടുകയൊക്കെ ചെയ്യുമ്പോൾ ദൈവത്തിന് കുറെ കൂടെ
ഒരു പ്രശംസ ലഭിക്കുന്നു, അല്ലെങ്കിൽ ദൈവത്തിന് കുറെ കൂടെ ഒരു എൻകറേജ്മെന്റ് ലഭിക്കുന്നോ, അല്ലെങ്കിൽ ദൈവത്തിന് കുറെ കൂടെ ഒരു പ്രോത്സാഹനം ലഭിക്കുന്നോ എന്നൊന്നും നമ്മൾ ചിന്തിക്കാൻ പാടില്ല. അതല്ല ആരാധനയുടെ ലക്ഷ്യം. സാധാരണ നമ്മളിങ്ങനെ പറയാറുണ്ട്, വി ബിക്കം വാട്ട് വി വർഷിപ്പ്. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നത് ദൈവതുല്യരായി ദൈവത്തെ പോലെ നാം ആകുക എന്നുള്ളതാണ്. ദൈവത്തെ പോലെ ഒരു മനുഷ്യൻ എങ്ങനെയാണ് ആകുന്നത്? നമുക്കറിയാം, ഉദാഹരണത്തിന് നാം സ്പോർട്സ് മേഖലയിൽ, അല്ലെങ്കിൽ മറ്റ് കായിക രംഗങ്ങളിൽ, മറ്റ് സാഹിത്യ മേഖലകളിലൊക്കെ തന്നെ, കലാരംഗങ്ങളിലൊക്കെ തന്നെ ധാരാളം സെലിബ്രിറ്റീസിനെ കാണാം. ആ സെലിബ്രിറ്റീസിനെ ആരാധിക്കുന്നവരുടെ ഫാൻസ് ഉണ്ട്, അവരെ അനുഗമിക്കുന്നവരുണ്ട്, അവരെ ഫോളോ ചെയ്യുന്നവരുണ്ട്. വാസ്തവത്തിൽ അവിടെ എന്താ സംഭവിക്കുന്നത്? ഉദാഹരണത്തിന് സച്ചിനെ ആരാധിക്കുന്നവർ, സച്ചിൻ അറിയത്തു പോലുമില്ലായിരിക്കും സച്ചിനെ ആരാധിക്കുന്നവരുണ്ട് എന്നുള്ളത്. എന്താണ് അവിടെ സംഭവിക്കുന്നത്? സച്ചിനെ ആരാധിക്കുന്നവർ വാസ്തവത്തിൽ അവരുടെ രൂപഭാവം സച്ചിനെ പോലെ ആക്കാൻ ശ്രമിക്കും. അവരുടെ ചേഷ്ടകൾ, അല്ലെങ്കിൽ അവരുടെ രീതികളൊക്കെ തന്നെ സച്ചിനെ പോലെ ആക്കാനായിട്ട് അവർ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. സച്ചിനെ ആരാധിക്കുന്ന ഒരു മനുഷ്യൻ സച്ചിൻ നോക്കുന്നത് പോലെ, സച്ചിൻ സംസാരിക്കുന്നത് പോലെ, സച്ചിൻ ഇഷ്ടമുള്ളത് ചെയ്യുന്നതിലൂടെയൊക്കെ അവർ ആനന്ദം കണ്ടെത്തുകയാണ്. സോ വി ബിക്കം വാട്ട് വി വർഷിപ്പ്. ഇത് തന്നെയാണ് ഇവിടുത്തെ തത്വം. ദൈവത്തെ മാത്രമേ ആരാധിക്കാവൂ എന്ന് പറയുമ്പോൾ അത് ദൈവത്തിന് എന്തെങ്കിലും ഗുണം ചെയ്യുന്നൊരു കാര്യമായി നമ്മൾ എടുക്കരുത്. മറിച്ച് നമ്മെ കേന്ദ്രീകരിച്ചിട്ടാണ് കർത്താവ് പറയുന്നത്. നാം ദൈവത്തെ ആരാധിക്കുമ്പോൾ, അല്ലെങ്കിൽ ദൈവത്തെ മാത്രമേ നാം ആരാധിക്കാൻ തീരുമാനമെടുക്കുമ്പോൾ, വി ബിക്കം ലൈക്ക് ഗോഡ്. നാം ആരാധിക്കുന്ന ദൈവത്തെ, നാം പിൻപറ്റുന്ന കർത്താവിനെ പോലെ നാം ആയിത്തീരുകയാണ്. അതുകൊണ്ടാണ് വിഗ്രഹങ്ങൾ ഉണ്ടാക്കരുത്, അല്ലെങ്കിൽ വിഗ്രഹത്തെ ഉണ്ടാക്കുന്നവരും, സങ്കീർത്തനക്കാരൻ പറയുന്നത് വിഗ്രഹത്തെ ഉണ്ടാക്കുന്നവരും അവയെപ്പോലെ ആകുന്നു എന്ന് പറഞ്ഞാൽ, ഏതിനെയാണോ നമ്മൾ ആരാധനാ വസ്തുവായി കാണുന്നത് അവയെപ്പോലെ നാമമായി തീരുന്നു. ആരാധന ഒരു പ്രോസസ്സാണ്, ആരാധന ഒരു പ്രക്രിയയാണ്. ആ ആരാധന എന്ന പ്രക്രിയയിലൂടെ ആരാധകൻ എന്തിനെയാണോ ആരാധിക്കുന്നത് അതുപോലെ ആയിത്തീരുന്നു. അങ്ങനെയാണെങ്കിൽ ദൈവം ആഗ്രഹിക്കുന്നത് ദൈവത്തെ മാത്രമേ ആരാധിക്കാവൂ എന്ന് പറയുമ്പോൾ നാം അവനെ പോലെ ആയിത്തീരണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ്. അല്ലെങ്കിൽ ദൈവത്തിന് എന്തെങ്കിലും ലാഭമുണ്ടായത് കൊണ്ടല്ല. നാം ആരാധിച്ചില്ലെങ്കിൽ ദൈവത്തിന് എന്തോ കുറവ് സംഭവിക്കുന്നൊക്കെ നമ്മൾ പലപ്പോഴും കാണാറുണ്ട്. ഇസ്രായേലിന്റെ സ്തുതികളിന്മേൽ വസിക്കുന്ന കർത്താവ് എന്നൊക്കെ നമ്മൾ പറഞ്ഞിച്ച്, ഞാൻ സ്തുതിച്ചില്ലെങ്കിൽ ദൈവത്തിന് സിംഹാസനം നഷ്ടപ്പെടുമൊക്കെ ഇങ്ങനെ സാധാരണ ചിലർ പറയുന്നത് കേൾക്കാറുണ്ട്. അതാണ് അവിടെ വാസ്തവം സംഭവിക്കുന്നത്. ദൈവത്തിന് ഒന്നും നഷ്ടപ്പെടുന്നില്ല നാം ആരാധിച്ചില്ലെങ്കിൽ. മറിച്ച് നാം ആരാധിച്ചില്ല എങ്കിൽ, ദൈവത്തെ ഫോളോ ചെയ്തില്ല എങ്കിൽ നമുക്കാണ് നഷ്ടം. അങ്ങനെയാണെങ്കിൽ എന്താണ് യാഗവും ഈ ആരാധനയുമായിട്ടുള്ള ബന്ധം? യാഗത്തിൽ ഒരു മനുഷ്യൻ വാസ്തവത്തിൽ ദൈവത്തെ പോലെ ആകുകയാണ്. എങ്ങനെയാണ്? പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ ശരീരങ്ങളെയാണ് യാഗമായി സമർപ്പിക്കുന്നത്. എൻ്റെ ഇഷ്ടങ്ങൾ, എൻ്റെ ആഗ്രഹങ്ങൾ, എൻ്റെ മനസ്സിൻ്റെ, എൻ്റെ ശരീരത്തിൻ്റെ വികാരങ്ങളൊക്കെ തന്നെ ദൈവേഷ്ടത്തിന് വിധേയമായി ഞാൻ സമർപ്പിക്കുകയാണ്. അതാണ് പുതിയ നിയമത്തിലെ ആരാധനയുടെ പ്രത്യേകത. അതിനാണ് ആത്മീക ആരാധന, ആത്മീക യാഗം എന്ന് പറയുന്നത്. പൗലോസും പത്രോസും ഒക്കെ തന്നെ, മറ്റു അപ്പോസ്തലന്മാരും ഒക്കെ ഇത് തന്നെയാണ് പഠിപ്പിച്ചത്. നാം നമ്മുടെ ശരീരങ്ങളെ യാഗമാക്കുകയാണ്. കർത്താവ് തന്നെയാണ് പറഞ്ഞത്, പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടി ആരാധിക്കുക എന്ന് പറഞ്ഞാൽ ഹോൾ പേഴ്സൺ ആണ്. നാം മുഴുവനായി ദൈവസന്നിധിയിൽ സമർപ്പിക്കപ്പെടുന്നതിനെ, നമ്മുടെ ശരീരങ്ങളെയും ഹൃദയത്തെയും മനസ്സിനെയും ഒക്കെ സമർപ്പിക്കപ്പെട്ട് ദൈവതുല്യരായി മാറുന്ന ആ പ്രോസസ്സിനെയാണ് ആരാധന എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ പാട്ട്, പ്രാർത്ഥന, വചനധ്യാനം, പ്രസംഗം ഒക്കെ ആരാധനയുടെ ഭാഗമാണോ? തീർച്ചയായിട്ടും. പാട്ട് പാടുന്നതിലൂടെ ഞാൻ ദൈവതുല്യരായി മാറുന്നുണ്ടെങ്കിൽ, ക്രിസ്തുതുല്യരാകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ആരാധനയുടെ ഭാഗമായി മാറും. ഞാൻ പാടുന്ന പാട്ട് എന്നെ ക്രിസ്തുതുല്യനാക്കുന്നില്ല എങ്കിൽ അത് ആരാധനയുടെ ഭാഗമേ അല്ല. ഞാൻ കേൾക്കുന്ന പ്രസംഗങ്ങൾ, ഞാൻ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന, ഇതൊക്കെ ആരാധനയുടെ ഭാഗമാണോ? അതെ. എങ്ങനെയാണ്? എപ്പോഴാണ്? നാം മനസ്സിലാക്കേണ്ടത്, നാം പരിശോധിക്കേണ്ടത്, ഞാൻ ഈ പ്രാർത്ഥിക്കുന്നതിലൂടെ ഞാൻ ആരാധിക്കുന്നവനെ പോലെ ആകുന്നുണ്ടോ? ആരാധിക്കുന്നവനെ പോലെ ഓരോ ദിവസവും ഞാൻ ആകുന്നുണ്ടെങ്കിൽ അതിൻ്റെ പേരാണ് യാഗം. കാരണം ഞാൻ ഇല്ലാതാകുകയാണ്, ഞാൻ അവിടെ നശിക്കപ്പെടുകയാണ്. മറിച്ച് എന്നെ സൃഷ്ടിച്ച എൻ്റെ ദൈവത്തെ പോലെ ഓരോ ദിവസവും ഞാൻ ആയിത്തീരുകയാണ്. ഇതാണ് പഴയ നിയമവും പുതിയ നിയമവും മുൻപോട്ട് വെക്കുന്ന ആരാധന എന്നുള്ള ആശയം. ഇത് നാം കാണാതെ പോകരുത്. ഇതിനപ്പുറത്തേക്ക് പാട്ടും നമ്മുടെ കൂടിവരവുകളും, നമ്മുടെ കൂട്ടായ്മകളും, പ്രസംഗങ്ങളും, നമ്മുടെ പ്രാർത്ഥനകളും ഒന്നും ഇതിനപ്പുറത്തേക്ക് പോകരുത്. യാഗമെന്ന എന്നെ തന്നെ സമർപ്പിക്കപ്പെടുന്ന സമർപ്പണത്തിന് താഴെ വേണം ഇതെല്ലാം നിൽക്കാൻ എന്ന് നമ്മൾ ഈ സമയത്ത് മനസ്സിലാക്കുക. തീർച്ചയായിട്ടും ഇപ്പോൾ ആരാധന ദൈവത്തിനുള്ള ഗുണം ചെയ്യലല്ല, മറിച്ച് ആരാധനയിലൂടെ ആരാധകരായ നാം ദൈവതുല്യരായി മാറുന്ന ഒരു പ്രക്രിയയാണ്. അതുകൊണ്ട്
നാം ദൈവതുല്യരായി മാറുമ്പോൾ, ദൈവത്തിന്റെ സ്വരൂപത്തിലൂടെ അല്ലെങ്കിൽ സ്വരൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ട നാം, ദൈവത്തിന്റെ ഇമേജിൽ സൃഷ്ടിക്കപ്പെട്ട നാം ദൈവതുല്യരായി മാറാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. ആ ആഗ്രഹത്തോടുള്ള നമ്മുടെ പ്രതികരണമാണ് വാസ്തവത്തിൽ ആരാധന. ഓക്കെ, ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ.